ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ബോംബ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ടോയ്ലറ്റ് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര വൃത്തിയാക്കിയാലും അഴുക്കുണ്ടാവും. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഈ ടോയ്ലറ്റ് ബോംബ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ലോഷനുകളും ഹാർപ്പിക്കും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ടോയ്ലറ്റ് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വേറെ 3 സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണേ. അപ്പോൾ 1 കപ്പ് സോഡാപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സിട്രിക് ആസിഡ് ആണ്. അത് 1/4 കപ്പ് മതിയാവും. സിട്രിക് ആസിഡ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ 1 കപ്പ് സോഡാപ്പൊടി നമ്മൾ ചേർക്കുവാണ്. ഇനി 1/4 കപ്പ് സിട്രിക് ആസിഡ് കൂടി ചേർക്കാം. ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രില്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സ് ആകേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഉരുളകളായിട്ട് പിടിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കി വെക്കാനായിട്ട് നമ്മളൊരു പഴയ ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. ഐസ് ട്രേ ഇല്ലെങ്കിൽ നമ്മളിത് കൈകൊണ്ട് തന്നെ ഉണ്ടയാക്കി വെച്ചാലും മതി. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇത് ഫില്ല് ചെയ്തിട്ട് എന്തെങ്കിലും വെയിറ്റ് കയറ്റി നമുക്ക് വെക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ടിംഗ് ബോർഡും കല്ലും വെക്കുവാണ്. 8 മണിക്കൂറോളം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. 8 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ട്രേയിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് സിങ്കുകളിലും വാഷ് ബേസിനിലും ക്ലോസറ്റിലും എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെയധികം ഉപകാരപ്രദമാണ്. ക്ലോസറ്റിലൊക്കെ ഇതുപോലെ 1-2 ടോയ്ലറ്റ് ബോംബ്സ് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഇതുപോലെ ഇത് ഷേപ്പ് ആക്കാതെ നമുക്കിത് പൗഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സിങ്കിലും വാഷ് ബേസിനിലും ഒക്കെ ഇത് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. സിങ്ക് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ അതുപോലെ തന്നെ വാഷ് ബേസിനിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ബാത്റൂമിലെ ടൈൽസ് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ടൈൽ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ സ്ക്രബ്ബറിൽ കുറച്ച് ഈ പൗഡർ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ടൈല് നല്ല ക്ലീനായി വരും. ഈ ടോയ്ലറ്റ് ബോംബ്സ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇനി ടോയ്ലറ്റ് ക്ലീനിങ്ങിന് മറ്റു വഴികളൊന്നും നോക്കണ്ട, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.